ഇന്ന് ഒ പിയിൽ ഏറ്റവും അധികം ആളുകൾ പറഞ്ഞു വരുന്ന ഒരു സൗന്ദര്യ പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. എന്നാൽ ഇതൊരു നിസ്സാര പ്രശ്നമല്ല. ഇതിന്റെ കാരണം മറ്റേതെങ്കിലും ഗുരുതര ആരോഗ്യ പ്രശ്നമാവാം. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ മിക്ക ആളുകളും എക്സ്റ്റേണൽ ആപ്ലിക്കേഷനായി പല പല എണ്ണകൾ മാറ്റി നോക്കുകയാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ നയനാരാജ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുടി കൊഴിച്ചിലിനെ പറ്റിയാണ്. ഒന്നോ രണ്ടോ മുടി കൊഴിയുമ്പോൾ പോലും മിക്ക ആളുകളും ഇത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ടാണ് പറയാറുള്ളത്. സാധാരണഗതിയിൽ ഒരാൾ കുളിക്കുമ്പോൾ, മുടി തോർത്തുമ്പോൾ, അതേപോലെ തന്നെ മുടി ചീവുമ്പോൾ ചെറിയ അളവിൽ മുടി കൊഴിഞ്ഞു പോകാറുണ്ട്. ഇത് ഓൾറെഡി അവരുടെ ഫോളിക്കിൾസിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള മുടിയിഴകളാണ്. അതായത് സാധാരണ ഒരു ദിവസത്തിൽ 50 മുതൽ 100 മുടിയിഴകൾ വരെ കൊഴിയുന്നത് തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ ഈ അളവിനേക്കാൾ കൂടുതലായിട്ട് മുടി കൊഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഇതിന് ആനുപാതികമായിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാതിരിക്കുകയോ അതോടൊപ്പം തന്നെ മുടിയിഴകൾ തിന്നായി പോവുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്കിതൊരു മെഡിക്കൽ അറ്റൻഷൻ അവിടെ വേണ്ടി വരുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ മുടി കൊഴിയുന്നത്? ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ഹെയർ ഓയിൽസ് ആൻഡ് ഹെയർ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പം മിക്ക ആളുകളും ഇതെല്ലാം വാങ്ങി ഉപയോഗിച്ച് നോക്കുന്ന ഒരു പ്രവണത ഇന്ന് ധാരാളമായിട്ടുണ്ട്. ഇത് അവരുടെ മുടിക്ക് യോജിച്ചതാണോ എന്ന് പോലും നോക്കാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും അല്ലെങ്കിൽ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ പ്രിസ്ക്രൈബ് ചെയ്ത ഹെയർ ഓയിൽ ഇതൊന്നും നോക്കാതെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുകയോ, ഈ ഒരു രീതിയിലുള്ള പ്രവണത നമ്മുടെ ഹെയർ ഫോള് വളരെയധികം കൂട്ടാറുണ്ട്. ആദ്യം തന്നെ വൺ ഫിറ്റ് ഫോർ ഓൾ എന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഓരോ വ്യക്തിയുടെയും പ്രകൃതിക്ക് അനുസൃതമായിട്ടുള്ള ഹെയർ ഓയിൽ അല്ലെങ്കിൽ ഹെയർ പ്രൊഡക്റ്റ് ആണ് ഓരോ ഡോക്ടറും പ്രിസ്ക്രൈബ് ചെയ്ത് നൽകുന്നത്. അത് മനസ്സിലാക്കി കൃത്യമായി അവരവരുടെ പ്രകൃതിക്ക് യോജിച്ചതായിട്ടുള്ള ഹെയർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു റിസൾട്ട് അവിടെ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതുപോലെ മറ്റൊരു പ്രധാന കാരണമാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. അതായത് കൃത്യമായ പോഷകങ്ങളുടെ അഭാവം മൂലം നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവാം. അനുബന്ധമായിട്ട് നമുക്ക് വിളർച്ച പോലുള്ള പ്രശ്നങ്ങളും മുടി കൊഴിച്ചിൽ സാരമായിട്ട് ഉണ്ടാക്കാനുള്ളൊരു പ്രധാന കാരണമാണ്. മറ്റ് പ്രധാന കാരണങ്ങളാണ് ഹോർമോണൽ ഇംബാലൻസസ്. നമുക്ക് ഉദാഹരണത്തിന് PCOD പോലുള്ള അവസ്ഥകളുടെ ഒരു പ്രധാന ലക്ഷണം തന്നെയാണ് മുടി കൊഴിച്ചിൽ. അതുപോലെ തന്നെ തൈറോയ്ഡ് ഇംബാലൻസ്, നമുക്കുണ്ടാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. ഇനി മറ്റൊരു കാര്യം, നമുക്ക് അനാവശ്യമായിട്ട് ചെയ്യുന്ന ഹാർഷ് കെമിക്കൽ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് മുടി കൊഴിച്ചിൽ കൂട്ടാനുള്ളൊരു കാരണമാണ്. ഇനി ഇതോടൊപ്പം തന്നെ താരൻ, നമ്മുടെ ശിരോചർമ്മം അമിതമായി വരണ്ടു പോയി അതിൽ ജൈവ വ്യതിയാനങ്ങളും ഫംഗസ് ബാധയും ഉണ്ടാക്കുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ് താരൻ. അപ്പോൾ ഈ രീതിയിലുള്ള കാരണങ്ങളാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ ഉണ്ടാക്കാനുള്ളൊരു റീസൺസ് എന്ന് പറയുന്നത്. ഇനി മുടി കൊഴിച്ചിൽ തന്നെ നമ്മൾ 3 തരത്തിലുള്ള പാറ്റേൺ ആയിട്ടാണ് നിശ്ചയിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് അലോപേഷ്യ ഏരിയേറ്റ. അതായത് മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനാണ് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ആൻഡ്രോജനിക് അലോപേഷ്യ അല്ലെങ്കിൽ കഷണ്ടി. നമ്മുടെ ഫ്രണ്ടൽ റീജിയൻ അല്ലെങ്കിൽ മൂർധാവിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. മൂന്നാമത്തതാണ് ഡിഫ്യൂസ് ഹെയർ ലോസ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഒ പിയിൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നതാണ് ഡിഫ്യൂസ് ഹെയർ ലോസ്. പലപ്പോഴായിട്ട് നമ്മുടെ മുടി പറഞ്ഞു പോരുന്ന ഒരവസ്ഥ. ഈ ഒരു അവസ്ഥയിലൊക്കെയാണ് മിക്ക ആളുകളും പറയുന്നത് എവിടെ നോക്കിയാലും നമ്മുടെ തലമുടിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കംപ്ലൈൻറ്റ് പറയുന്നത് ഡിഫ്യൂസ് ഹെയർ ലോസ് ആണ്. ഇനി ഈ ഒരു മുടി കൊഴിച്ചിൽ എങ്ങനെ പരിഹരിക്കാം? കാരണം കൃത്യമായി തിരിച്ചറിഞ്ഞുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം കാരണങ്ങളുണ്ട്. അതെന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് അത്യാവശ്യമെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ അനിവാര്യമാണ്. ഇനി അടുത്തതാണ് ഹോട്ട് ഓയിൽ മസാജ്. മിക്ക ആളുകൾക്കുള്ള ഒരു സംശയമാണ്, നമ്മൾ എണ്ണ തേച്ച് കുളിക്കേണ്ടത് അനിവാര്യമാണോ എന്നുള്ളത്. നമ്മുടെ തലയോട്ടിൽ ധാരാളമായിട്ട് സെബേഷ്യസ് ഗ്രന്ഥികളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സെബം ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെബം എന്ന് പറയുന്നത് നമ്മുടെ മുടിയിഴകൾക്ക് ഒരു കോട്ടിംഗ് പോലെ അല്ലെങ്കിൽ ഒരു നറിഷിങ് ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണ തേച്ചില്ല എന്ന് കരുതി നമ്മുടെ മുടി കൊഴിച്ചിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ധാരാളം ആളുകൾ ഇതുവരെ തലയിൽ എണ്ണ തേച്ച് കുളിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ എണ്ണ തേച്ച് മസാജ് ചെയ്ത് കുളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിന് കൃത്യമായിട്ടുള്ളൊരു നറിഷ്മെൻറ്റ് കിട്ടുകയും അതോടൊപ്പം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്ത് ഹെയർ ഫോളിക്കിൾസ് പുതിയതായി ഗ്രോ ചെയ്യാനുള്ള നമുക്ക് ആ ഒരു പാത്വേ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതിന് ഹോട്ട് ഓയിൽ മസാജ് വളരെ എഫക്റ്റീവാണ്. കാരണം ചില ആളുകളുടെ ശിരോചർമ്മം വളരെ വരണ്ടു പോയതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഹെയർ ഫോളിക്കിൾസിൽ നിന്ന് വേരോടെ മുടി പിഴുതു പോകുന്നതിനൊരു കാരണമാവാം.
എന്നാൽ മിക്ക ആളുകളും ഈ ഹോട്ട് ഓയിൽ മസാജ് കൃത്യമായിട്ടുള്ള രീതിയിലല്ല ചെയ്യുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മിക്ക ആളുകളും എണ്ണ തേക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അവർ വെറുതെ തലയിൽ ഒന്ന് തേച്ചു കുളിച്ച് അപ്പോൾ തന്നെ കഴുകി കളയുന്നതായിട്ടാണ് കാണാറുള്ളത്. പക്ഷേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് നമുക്ക് ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുത്ത് നമ്മുടെ വിരലുകൾ അതിൽ മുക്കി കൃത്യമായി തലയോട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ കൃത്യമായിട്ട് തലയോട്ടിയിൽ മസാജ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു 30 മിനിറ്റിന് ശേഷമാണ് ഇത് കഴുകി കളയേണ്ടത്. അപ്പോൾ നമുക്കിത് കഴുകി കളയാനായിട്ട് നമുക്ക് ഏറ്റവും വീര്യം കുറഞ്ഞ ഷാമ്പൂ അല്ലെങ്കിൽ നമുക്ക് സാധ്യമെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള താളിയോ ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു തലമുടി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ പോഷക സമ്പുഷ്ടമായ ആഹാരത്തിന് കൃത്യമായിട്ടുള്ളൊരു പ്രസക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നമുക്കിതിനായി ഉൾപ്പെടുത്താവുന്ന ഭക്ഷണങ്ങൾ നമുക്ക് നട്ട്സ്, ഇലക്കറികൾ, മധുരക്കിഴങ്ങ്, മാതള നാരങ്ങ, ഡേറ്റ്സ് പോലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിളർച്ച അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലമുള്ള മുടി കൊഴിച്ചിലിനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മുളപ്പിച്ച എള്ള് 1 ടീസ്പൂണും അതോടൊപ്പം തന്നെ നമുക്ക് അല്പം ശർക്കര ഉരുക്കി അരിച്ചെടുത്തത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അതിലേക്ക് അല്പം ചുക്കുപൊടി കൂടി ചേർത്ത് ഒരു ദിവസത്തിൽ പലവട്ടമായി കഴിക്കുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ തല കഴുകാനായിട്ട് നമുക്ക് ത്രിഫലാജലം, അതായത് കടുക്ക, താന്നിക്ക, നെല്ലിക്ക, ഇത് തുല്യ അളവിലെടുത്ത് ഒരു 2-3 ലിറ്റർ വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം നന്നായി ചൂടാറിയതിന് ശേഷം ഇത് ഉപയോഗിച്ച് തല കഴുകാവുന്നതാണ്. ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ത്രിഫല ചൂർണം അവൈലബിൾ ആണ്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ 2-3 ടീസ്പൂണ് ഇതേ രീതിയിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മെയിൻലി നമുക്ക് മുടിയുടെ ആ ഒരു ഊഷ്മാവ് അല്ലെങ്കിൽ തലയോട്ടിലുണ്ടാകുന്ന ഊഷ്മാവ് മൂലമുണ്ടാകുന്ന മുടി കൊഴിച്ചിലിന് വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്കറിയാം മിക്ക പുരുഷന്മാരുടെ അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഹെൽമെറ്റ് കണ്ടിന്യൂസ് ആയി ധരിച്ചുകൊണ്ടുണ്ടാകുന്ന മുടി കൊഴിച്ചിലാണ്. അപ്പോൾ അതിന് ഈ ഒരു റെമഡി വളരെ എഫക്റ്റീവാണ്. ഇതോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളാണ് നനഞ്ഞ മുടി ചീവാതിരിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് നനഞ്ഞ മുടി കെട്ടിവെക്കുന്ന ഒരു പതിവുണ്ട് എന്നുണ്ടെങ്കിൽ അതും നമ്മൾ മാറ്റിവെക്കുക. മറ്റൊരു കാര്യം, നമ്മൾ മുടി അമിതമായി കെട്ടിവെക്കുന്ന ഒരു പ്രവണത ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റുന്നതായിരിക്കും നിങ്ങളുടെ ഒരു ഹെയറിൻ്റെ ഹെൽത്തിന് ഏറ്റവും നല്ലത്. കാരണം അമിതമായി കെട്ടിവെക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ അങ്ങോട്ട് നിലയ്ക്കുകയും അത് ഹെയർ ഫോളിക്കിൾസിൽ നിന്ന് മുടി നമുക്ക് അടർന്നു പോകുന്നതിനും ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മുടി വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള ഹാർഷ് കെമിക്കൽ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് പരമാവധി ഒഴിവാക്കാനായി ശ്രദ്ധിക്കുക. So be healthy and keep watching.